എമ്പുരാൻ സൃഷ്ടിച്ച വിവാദങ്ങളുടെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. 24 കട്ടുകളോടെ സിനിമയിൽ മാറ്റങ്ങൾ വരുത്തി ഇറക്കിയിട്ടും സംഘപരിവാർ ചേരിയുടെ എമ്പുരാൻ വിരുദ്ധ രോഷവും ഒടുങ്ങിയിട്ടില്ല. RSS മുഖമാസികയായ ദി ഓർഗനൈസർ ഒന്നിനു പിറകെ ഒന്നായി സിനിമയ്ക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. സിനിമയുടെ റിലീസിംഗിന് ശേഷം ഗുജറാത്ത് കലാപവും ഗോദ്ര ട്രെയിൻ തീവപ്പും ബാബു ബജ്രംഗി എന്ന ബാബുഭായ് പട്ടേലുമെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ്. സിനിമയിൽ കലാപദൃശ്യങ്ങൾ കാണിക്കുകയും കലാപത്തിലേക്ക് നയിച്ച ഗോദ്ര സംഭവം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നാണ് സിനിമയെ എതിർക്കുന്നവർ പറയുന്നത്. 2002 ഫെബ്രുവരി 27 രാവിലെ സബർമതി എക്സ്പ്രസിലെ S6 കോച്ചിലുണ്ടായ തീപിടുത്തത്തിൽ 59 യാത്രക്കാർ കൊല്ലപ്പെട്ടു. അയോധ്യയിൽ നിന്ന് തിരികെ വരുന്ന കർസേവകരായിരുന്നു ഇതിൽ ഭൂരിഭാഗവും. ഈ സംഭവത്തെ തുടർന്നാണ് ഗുജറാത്ത് വംശഹത്യ ആരംഭിക്കുന്നത്. തീപിടുത്തത്തിന് കാരണം ഇപ്പോഴും ഒരു തർക്കവിഷയവും അജ്ഞാതവുമായി തുടരുകയാണ്. നിരവധി ഔദ്യോഗിക അനൗദ്യോഗിക അന്വേഷണങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 അന്വേഷണങ്ങൾ നടത്തിയത് ഒന്ന് ഗുജറാത്ത് സർക്കാർ നിശ്ചയിച്ച നാനാവതി മേത്ത കമ്മീഷനും റെയിൽവേ നിയോഗിച്ച ബാനർജി കമ്മീഷനും സ്വതന്ത്ര അന്വേഷണം നടത്തിയ കൺസേൺഡ് സിറ്റിസൺസ് ട്രിബ്യൂണലുമാണ്. നാനാവതി കമ്മീഷൻ ഒഴികെ മറ്റ് 2 കമ്മീഷനുകളും ട്രെയിനിന് തീവച്ചതാണ് എന്ന തിയറി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ 3 അന്വേഷണങ്ങളെക്കുറിച്ചും അവരുടെ കണ്ടെത്തലുകളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം. 2002 ഫെബ്രുവരി 27 നടന്ന ഗോദ്ര സംഭവത്തെക്കുറിച്ചും തുടർന്ന് നടന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അന്വേഷിക്കാൻ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷനായിരുന്നു നാനാവതി മേത്ത കമ്മീഷൻ. ഗോദ്ര ട്രെയിൻ തീവെപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ 2002 മാർച്ച് 6 ഗുജറാത്ത് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജായ KG ഷായെ ഏകാംഗ കമ്മീഷനായി നിയമിക്കുന്നു. എന്നാൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജായ ജസ്റ്റിസ് GT നാനാവതിയെ കൂടി ഉൾപ്പെടുത്തി കമ്മീഷനെ പുനർനിയമിച്ചു. 2008 ജസ്റ്റിസ് ഷായുടെ മരണത്തെ തുടർന്ന് ഗുജറാത്ത് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജായിരുന്ന അക്ഷയ് H മേത്തയെ കമ്മീഷന്റെ ഭാഗമായി നിയമിച്ചു. കമ്മീഷന്റെ കാലാവധി 3 മാസമായിരുന്നെങ്കിലും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 22 തവണ കാലാവധി നീട്ടി നൽകി. 2008 സെപ്റ്റംബറിൽ കമ്മീഷൻ 168 പേജുള്ള റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം പുറത്തുവിട്ടു. 2012 അന്തിമ റിപ്പോർട്ടും പുറത്തു വന്നു. എന്താണ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ? ഗോദ്ര സംഭവത്തെക്കുറിച്ച് ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ കമ്മീഷനും പറഞ്ഞത്. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡന്റ്, ഇറ്റ്സ് എ കോൺസ്പിറസി എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയ പ്രധാന കാര്യം. CRPFൽ നിന്ന് പിരിച്ചുവിട്ട നനുമിയാൽ എന്നയാളും ഗോദ്രയിലെ പുരോഹിതനായ മൗലവി ഹുസൈൻ ഹാജി ഇബ്രാഹിം ഉമർജിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ പ്ലാൻഡ് ഓപ്പറേഷനാണ് ഗോദ്രയിലെ തീവെപ്പ് എന്നാണ് നാനാവതി മേത്ത കമ്മീഷൻ കണ്ടെത്തിയത്. 2000-ഓളം വരുന്ന ജനക്കൂട്ടം സബർമതി എക്സ്പ്രസ് തടഞ്ഞു നിർത്തി S5, S6 കോച്ചുകളുടെ വെസ്റ്റിബൂൾ തകർത്ത് S6 കോച്ചിനുള്ളിൽ തീയിട്ടു എന്നാണ് കമ്മീഷൻ കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്നതിന് കമ്മീഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രദേശത്ത് 140 ലിറ്റർ പെട്രോൾ വാങ്ങി സൂക്ഷിച്ചു എന്നതാണ്. ഗോദ്ര സംഭവത്തിന് പിന്നാലെ നടന്ന ഗുജറാത്ത് കലാപത്തിൽ സംസ്ഥാന സർക്കാരിന് പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അധികം ആളുകൾ കലാപത്തിനിറങ്ങിയതാണ് സർക്കാരിന് പെട്ടെന്ന് കലാപം അടിച്ചമർത്താൻ കഴിയാതെ പോയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കമ്മീഷന്റെ സുതാര്യതയെയും സത്യസന്ധതയെയും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതിന് പ്രധാന കാരണം കമ്മീഷൻ അംഗമായിരുന്ന ഷായും നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധം തന്നെയായിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലുകളും സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്ന തെഹൽക്ക ഗുജറാത്ത് ഗവൺമെന്റ് കൗൺസിലായിരുന്ന അരവിന്ദ് പാണ്ഡെയുടെ ഒരു വീഡിയോയും പുറത്തുവിട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് നാനാവതിയെയും സ്വാധീനിക്കാൻ സാധിക്കുമെന്നും അതിനാൽ പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ആരും ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്നുമാണ്. 1984 സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കൂടിയാണ് ജസ്റ്റിസ് നാനാവതി. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിനെ പോലും ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ജസ്റ്റിസ് നാനാവതി പക്ഷേ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആരോപണ വിധേയരായ പ്രധാന നേതാക്കളെ ആരെയും ചോദ്യം ചെയ്തില്ല. ഇതൊക്കെ തന്നെ കമ്മീഷനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിക്കാൻ കാരണമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മീഷൻ ഗുജറാത്ത് സർക്കാരിനെ കുറ്റവിമുക്തമാക്കിയതിനെ എതിർത്തു. റിപ്പോർട്ട് വർഗീയ പ്രചരണങ്ങളെ ശക്തിപ്പെടുത്തുന്നുവെന്ന് CPIM വാദിച്ചു.
2004 വാജ്പേയി സർക്കാർ മാറി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ അധികാരത്തിൽ വന്നു. ഗോദ്ര സംഭവം റെയിൽവേയുമായി കൂടി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഒന്നാം UPA സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് 2004 സെപ്റ്റംബറിൽ ഉമേഷ് ചന്ദ്ര ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ച് ഗോദ്ര സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. 2005 ജനുവരിയിൽ ബാനർജി കമ്മീഷൻ ആദ്യഘട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതുവരെ പ്രചരിച്ചിരുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയെല്ലാം തള്ളിക്കളയുന്നതായിരുന്നു ആ റിപ്പോർട്ട്. ഗോദ്രയിൽ സംഭവിച്ചത് ഒരു അപകടമായിരുന്നെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്നും കമ്മീഷൻ ഫോറൻസിക് തെളിവുകളുടെ സഹായത്തോടെ വിശദീകരിച്ചു. ഇരകൾക്കുണ്ടായ പരിക്കുകൾ ഉള്ളിൽ നിന്ന് തീ പടർന്നാൽ ഉണ്ടാകുന്നത് പോലെ മാത്രമാണെന്നും പുറത്തുനിന്നുള്ള ആക്രമണമായിരുന്നെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ലെന്നും ഫോറൻസിക് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ സംഭവത്തിൽ പരിക്കേറ്റ നീലകണ്ഠ തുളസീദാസ് ഭാട്ടിയ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ബാനർജിയുടെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്തു. സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ മറ്റൊരു കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു. ബാനർജി കമ്മീഷന്റെ നിയമനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും റിപ്പോർട്ട് പാർലമെന്റിൽ വയ്ക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ് കമ്മീഷൻ എന്ന് പ്രതിപക്ഷം വിമർശിച്ചു. പൊതുജനങ്ങൾക്ക് മുൻപിൽ റിപ്പോർട്ട് എത്തിയെങ്കിലും കമ്മീഷൻ അസാധുവായി. ഇതേ സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തിയ ഒരു സംഘമാണ് കൺസേൺഡ് സിറ്റിസൺസ് ട്രിബ്യൂണൽ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. അവരുടെ റിപ്പോർട്ടും ബാനർജി കമ്മീഷന്റെ കണ്ടെത്തലുകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ട്രെയിൻ തീവച്ചതിന് തെളിവില്ലെന്ന് ഇവരുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളും ലോജിക്കലായ പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി അന്വേഷണ റിപ്പോർട്ട് പൊളിച്ചടുക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളാണ് ശാസ്ത്രീയ തെളിവുകളായി ഇവർ മുന്നോട്ട് വെച്ചത്. അന്വേഷണ സംഘം നടത്തുന്ന ലോജിക്കലായ ചില നിരീക്ഷണങ്ങൾ പ്രസക്തവും യുക്തിപരവുമാണ്. ഗുജറാത്തിലേക്ക് പുറപ്പെട്ട സബർമതി എക്സ്പ്രസിൽ ട്രെയിനിൽ അനുവദനീയമായതിലും ഇരട്ടിയോളം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ കർസേവകരും സാധാരണക്കാരും ഉൾപ്പെടും. കർസേവകരെ ലക്ഷ്യം വെച്ച് ബോഗിക്ക് തീയിട്ടതാണെങ്കിൽ ഈ ബോഗിയിൽ കർസേവകർ മാത്രമായിരുന്നില്ല എന്നത് വ്യക്തമാണ്. കർസേവകർ മാത്രമല്ല കൊല്ലപ്പെട്ടത് എന്നതിന് തെളിവും ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് കൊല്ലപ്പെട്ട 59 പേരിൽ 5 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അതിലൊരാൾ ഗോദ്ര സ്റ്റേഷൻ മാസ്റ്ററുടെ ഭാര്യയായിരുന്നു. മാത്രമല്ല 2000-ഓളം പേർ ആക്രമിക്കാൻ എത്തി എന്ന് പറയുന്ന സംഭവത്തിൽ 11 ബോഗികളുള്ള ട്രെയിനിന്റെ ഒരു ബോഗിക്ക് മാത്രമാണ് തീപിടിച്ചത്. ഇത്രയും പേരുണ്ടായിട്ടും എന്തുകൊണ്ട് S5 ബോഗി മാത്രം ആക്രമിക്കപ്പെട്ടു? ബോഗിക്ക് തീപിടിച്ചപ്പോൾ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയതാണോ അതോ ട്രെയിൻ നിർത്തിയ ശേഷം തീയിട്ടതാണോ എന്നതിന് ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടുമില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത് കർസേവകർക്കെതിരായ ടാർഗറ്റ് അറ്റാക്കാണെന്ന വാദം നിലനിൽക്കില്ലെന്ന് കൺസേൺഡ് സിറ്റിസൺസ് ട്രിബ്യൂണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടുകളുടെ ശരിതെറ്റുകൾ അവലോകനം ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും ജനങ്ങളാണ്. പക്ഷേ നാം ചരിത്രം പഠിക്കുന്നത് അപനിർമ്മിക്കാനോ അപമാനിക്കാനോ അപരമത വിദ്വേഷം പടർത്താനോ അപരവൽക്കരിക്കാനോ അല്ല, അപജയങ്ങളെ ആവർത്തിക്കാതിരിക്കാനാണ് എന്നോർക്കണം. ഗോദ്രയിൽ ട്രെയിൻ തീവെപ്പിൽ വെന്തുമരിച്ചവരായാലും തുടർന്നുള്ള കലാപങ്ങളിൽ കൊല്ലപ്പെട്ടവരായാലും മരിച്ചു വീണത് ഹിന്ദുവോ മുസൽമാനോ അല്ല, മനുഷ്യരാണ്.